നമസ്കാരം. എൻ്റെ പേര് ശാന്തി ശേഖർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ തമിഴ്നാട്, കേരള, കർണാടക അങ്ങനെ കയറി പോകണം. ഏതിലും ഒരു പ്രോഗ്രസ് വേണ്ടേ. അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ഒരു ഇംഗ്ലീഷ് ഡിഷാണ്. ഇതിൻ്റെ പേര് ആൽമണ്ട് ചോക്കോ ബ്രിട്ടിൽ. കൊള്ളാം അല്ലേ പേര്? പക്ഷേ ചെയ്യാൻ എളുപ്പമാണ്. ഇത് നമ്മുടെ റെസിപ്പിയാണ്. പക്ഷേ അവിടെ നിന്ന് വന്നപ്പം അതിന് കുറച്ച് പറയുമ്പോൾ ഒരു ഗമയുണ്ട് അല്ലേ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 1/4 കിലോ ബദാം ആൽമണ്ട് ഇങ്ങനെ വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് പൊടിച്ചാൽ പൗഡർ ആയി പോകും. അതുകൊണ്ട് ഒരു കവറിലിട്ടിട്ട് ഒന്ന് അമ്മിക്കല്ലിലിട്ട് ഒന്ന് ചതയ്ക്കണം. 1-2 ഇങ്ങനെ നിൽക്കണം. ഇല്ലെങ്കിൽ ഒത്തിരി പൗഡർ ആയി പോയാൽ അത് കൊല്ലൂല. ഇങ്ങനെ എടുക്കാം. ആദ്യം ഇത് 150 ഗ്രാം ചോക്കോ ചിപ്സ്. ചോക്കോ ചിപ്സ് കിട്ടാത്തവർ ചോക്കോ ബാർ എടുത്താലും മതി. വലിയ ചോക്ലേറ്റ് ഒന്ന് ബാർ എടുത്താലും മതി. 200 ഗ്രാം ഷുഗർ, പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ. പിന്നെ ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർക്കാം. വാനില എസൻസ്, പിന്നെ കുറച്ച് സോഡാപ്പൊടി ചേർക്കുവാണെങ്കിൽ കുറച്ച് സോഫൻ ആവും. നമ്മൾക്ക് കട്ട പോലെ ഇങ്ങനെ കാരമൽ കടിക്കാൻ കിട്ടാണ്ടിരിക്കില്ലേ, അതുപോലെ അല്ലാതെ കുറച്ച് കടിക്കാൻ ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും വേണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു പ്ലേറ്റ് നെയ്യ് തടവി വെക്കുക. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ചടയപടയെന്ന് റെഡിയാക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഫസ്റ്റ് അടുപ്പ് കത്തിച്ചിട്ട് ഈ 200 ഗ്രാംസ് ഓഫ് ഷുഗർ ചേർക്കാം. ഷുഗർ ഇതിനേക്കാളും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം നമ്മുടെ. പിന്നെ ചോക്കോ ചിപ്സിൽ സ്വീറ്റ് കാണും, അപ്പോൾ ഒരുപാട് സ്വീറ്റ് ആയി പോകാൻ പാടില്ല. ഇത് ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ വറുക്കുമ്പം ഇത് മെൽട്ടാവൂലേ, മെൽട്ടായിട്ട് ക്യാരമലാക്കിയിട്ട് കുറച്ച് ബട്ടർ ചേർത്തിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ കുറച്ച് ഇതിൽ തന്നെ വെള്ളവും ബട്ടറും ചേർത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കണമെങ്കിൽ ചെയ്യാം. അത് നമ്മൾ കൺസിസ്റ്റൻസി നോക്കി നിൽക്കണം. ഇതാകുമ്പോൾ അങ്ങനെയില്ല, ജസ്റ്റ് മെൽറ്റ് ആകുമ്പം ഒന്ന് ഹണി കളർ വരുമ്പം അതിനെ എടുക്കാം. ഇതാണ് എനിക്ക് ഈസി. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആകുമ്പം ലോ ഫ്ലെയിമിൽ വെക്കണം. ഓരോ സെക്കൻഡും നോക്കി നിൽക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഇത് പേരാണ് ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത പേര്. അല്ലാതെ ഇത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കൊക്കോ മിഠായി എന്ന് പറയും, കപ്പലണ്ടി വെച്ചിട്ട്. അതിന്റെ സെയിം ഒരു റെസിപ്പി തന്നെയാണ്, ഈസിയാണ്. പക്ഷേ ഇത് ഇംഗ്ലീഷ് പേരാകുമ്പം അതിന്റെ ഒരു ഗമയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാം. അല്ല, ഇത് നമ്മുടെ റെസിപ്പി തന്നെ. ഇതിപ്പം ഷുഗർ മെൽറ്റ് ആകാൻ തുടങ്ങി. ഇത് ഒരുവിധം മെൽട്ടായി. ഇപ്പം ഫ്ലെയിം തീരെ കുറയ്ക്കണം. കുറച്ചിട്ട് ഇനി ഓരോ സെക്കൻഡും വാല്യുബിൾ സെക്കൻഡ്സ് ആണ്. ജസ്റ്റ് ഒന്ന് മെൽട്ടായാൽ മതി. എല്ലാം ഇത്തിരി നേരം ആക്കണ്ട. ഇനി ഈ 2-3 ക്രിസ്റ്റൽസ് കൂടെ ഉണ്ട്, അതും കൂടെ മെൽട്ടായാൽ റെഡി. ഇപ്പം ഇതെല്ലാം മെൽട്ടായി. അടുപ്പ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് സോഡാപ്പൊടി ഇടാം. ഒരു നുള്ളു സോഡാപ്പൊടി. ഈ സോഡാപ്പൊടി ഇടുമ്പം ഇങ്ങനെ പതഞ്ഞ് വരും. അത് ഈ കാരമൽ സോഫൻ ചെയ്യാനാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടറും ഇടാം. ബട്ടർ നിറച്ചിടണമെങ്കിൽ നിറച്ചിടാം, അത് അത്രയും ഫാറ്റ് അല്ലേ, അതുകൊണ്ട് ഇത്രയും മതി. ഇനി ഓരോ സമയവും വിളപിടിപ്പുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. അപ്പം ഇതിൽ നമ്മുടെ ഈ ആൽമണ്ട്സ് ഇങ്ങനെ ഈ കാരമൽ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം. എനിക്ക് പ്ലേറ്റ് കുറച്ച് വലുതായിപ്പോയി. ഈ കാരമൽ തന്നെ ലാസ്റ്റ് വരെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ലൈറ്റ് കോട്ട് കൊടുക്കാം. പക്ഷെ അത് വേണ്ട, കുറച്ചുകൂടെ സ്വീറ്റ് ഉണ്ടെങ്കിലല്ലേ നല്ലത്. ഒരു ലെയറും കൂടെ അങ്ങനെ കുറച്ചും കൂടെ ഉണ്ട്. ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാൾട്ട് ചേർക്കണം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഒറിജിനൽ റെസിപ്പിയിൽ സാൾട്ട് ചെറുതായിട്ട് അവിടെ സാൾട്ട് കിട്ടും. ചെറുതായിട്ട് ഒരു പൊടിക്ക് അങ്ങനെയല്ലേ ചേർത്തിട്ട് ഇതിൽ ചൂടോടെ ഈ ചോക്കോ ചിപ്സ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കണം. ചോക്കോ ചിപ്സ് 2 ലെയറായിട്ട് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ അതർ സൈഡ് ഫ്ലിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിലും ഒന്നും കൂടെ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഒരു സൈഡ് മാത്രം ചെയ്യാൻ പോകണം. ഈ ചോക്കോ ചിപ്സ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്താലും മതി. പിന്നെ ഈ ചൂടിൽ കിടന്ന് ഇത് മെൽറ്റ് ആയിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. ഫുള്ളായിട്ട് ഇട്ടേക്കാം അല്ലേ. മോർ ആൻഡ് മോർ ചോക്ലേറ്റ്സ്. ഇത് അടുത്ത സൈഡും വേണമെങ്കിലും ചെയ്യാം. ഇത് ഇങ്ങനെ ചൂടായിരിക്കുമ്പം ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പം ഇത് മെൽട്ടായിട്ട് നോക്കാം. ഇതിൽ വാനില എസൻസ് ചേർക്കേണ്ടവർക്ക് നമുക്ക് ഷുഗർ മെൽറ്റ് ആകുമ്പോൾ തന്നെ വാനില എസൻസ് ചേർക്കാം. ഞാൻ ചേർത്തില്ല, ഓപ്ഷനിലാണ്, അത് വേണ്ട. ഈ ചോക്ലേറ്റ് ഇങ്ങനെ മെൽട്ടാകുന്ന സമയം കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതുപോലെ ഒരു തവിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ നെയ്യ് പുരട്ടി വയ്ക്കും. ഇത് മെൽട്ടാകുമ്പം ഒന്ന് സ്പ്രെഡ് ചെയ്യാനാണ്. ഇത് ചെയ്യാൻ ഒരു 2-3 മിനിറ്റ് മതി. പക്ഷേ എല്ലാം റെഡിയായി നിൽക്കണം, ചടപടേന്നാവണം. ഇത് തുറന്ന് നോക്കാം. ഇപ്പം ചോക്ലേറ്റ് മെൽട്ടായി. ഇനി കുറച്ചുകൂടെ സമയം നിന്നാൽ ഇനിയും മെൽട്ടാവും. കണ്ടോ, ഈ ചോക്ലേറ്റ് നല്ല ഇങ്ങനെ മെൽട്ടായി.
ആയോ? ഇതിൻ്റെ മേളിൽ ബാക്കിയുള്ള ബദാമും കൂടെ ചേർക്കാം. ഇത് ഒരുപാട് പൊടിയാൻ പാടില്ല. ഒരുപാട് പൊടിഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ പറയും അമ്മ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി പൊടിച്ചതാണ്. ബദാം എന്ന് നമുക്ക് കാണിക്കണ്ടേ. ഇത് കച്ചയിനുണ്ടെങ്കിൽ ചൂടായിരിക്കുമ്പോഴേ അതിൽ നമ്മൾക്ക് നൈഫ് വെച്ചിട്ട് വര ഉണ്ടാക്കിയിട്ട് തണുക്കുമ്പം ഇങ്ങനെ പൊട്ടിച്ചാൽ ആ വരയിൽ തന്നെ പൊട്ടും. പക്ഷേ ഇപ്പോഴത്തെ ഫാഷൻ എന്താന്ന് വെച്ചാൽ ഇത് ചുമ്മാ ചലപടയെന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അൺഈവൻ ആയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഫാഷൻ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പം തണുത്തിട്ട് നമുക്ക് അതിനെ പൊട്ടിക്കാം. ഇത് ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് കണ്ട, ഇതിങ്ങനെ ഇതുപോലെ വരും. എന്നാ ഇനിയിപ്പം ഇതിനെ കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കണമെങ്കിൽ മുറിക്കാം. ഇത് വേണ്ട. കണ്ട, താഴത്തെ ലെയർ ക്യാരമൽ, അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ്, അതിൻ്റെ മുകളിൽ ബദാം. ഇതിങ്ങനെ അതർ സൈഡ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് ചോക്ലേറ്റ് അപ്ലൈ ചെയ്തിട്ട് ആൽമണ്ട്സ് ഇട്ട് ഡബിൾ ലെയർ ആക്കാം. അപ്പം ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടാവും. ഈ നടുക്കുള്ള ക്യാരമൽ കുറച്ചായിരിക്കും. ഇതിപ്പം ഹാഫ്. ഇതും ഒരു മെത്തേഡ്, അതും ഒരു മെത്തേഡ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ഒരുപാട് ചോക്ലേറ്റ് ഇരുന്നാൽ കഴിക്കും. സൂപ്പറല്ലേ? ഇത് ടേസ്റ്റും ഭയങ്കര ടേസ്റ്റാണ്. ദീപാവലിക്ക് ഉണ്ടാക്കി നോക്കൂലേ? അപ്പം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിൽ വെക്കാനൊന്നും കാണൂല. ഇത് ചെയ്ത് തീരുമ്പം തന്നെ എല്ലാം തീരും. വീഡിയോ കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഇനി എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂലേ? നല്ല ടേസ്റ്റാണിത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് നിറച്ച് വേണമെങ്കിൽ 2 സൈഡും ചോക്ലേറ്റ് ആക്കാം. ഇത് മതി. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ് ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു കയ്പ്പ് വരും, അല്ലെങ്കിൽ ഹെവി ആയിപ്പോവും. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഇത് ലൂലുവിൽ വാങ്ങിച്ചപ്പം ഭയങ്കര വിലയാണ്. ഇത് വാങ്ങിച്ചിട്ട് ഒരു കൊച്ചു പീസേ കാണുള്ളൂ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെറുതായിരിക്കുമ്പം അവർക്ക് ഭയങ്കര വിഷമമല്ലേ. ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസയും ലാഭിക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഒരു ഇതും കൂടെ ആകും. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. എല്ലാവരും ദീപാവലി സന്തോഷത്തോടെ സേഫ്റ്റി ആയിട്ട് ആഘോഷിക്കുക. പടക്കം വയ്ക്കാനായിട്ട് കുട്ടികളെ തനിച്ച് വിടരുത്. എപ്പോഴും ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം വെക്കണം. ഒരുപാട് പ്രിക്കോഷൻസ് വേണം. എന്നിട്ട് വേണം നമുക്ക് പടക്കം പൊട്ടിക്കാൻ. എല്ലാവർക്കും ഹാപ്പി ആൻഡ് സേഫ് ദിവാലി. ഏതായാലും ഇത് ഇംഗ്ലീഷ് ഡിഷ് അല്ലേ? അപ്പം പൂജ കുട്ടി, ഷാൽ ഐ ടോക്ക് ഇൻ ഇംഗ്ലീഷ്? ആദ്യം മലയാളം കറക്റ്റായിട്ട് പറയാം, എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ്. പൊറാമ പിടിച്ചവാ.